വർഷങ്ങളായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. ശ്രീകൃഷ്ണന്റെ സഹപാഠിയായിരുന്ന ഒരു സാധു ബ്രാഹ്മണനായിരുന്നു സുദാമാവ്. കുചേലൻ എന്നും അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഗൃഹം ഇല്ലായ്മയുടെ കൂടാരമായിരുന്നു. ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി ഭർത്താവിനോട് അപേക്ഷിച്ചു, നോക്കൂ, ഇവിടെ ഒരു മണി ധാന്യമോ മറ്റ് സാമഗ്രികളോ ഇല്ല. പട്ടിണി കിടന്ന് കുട്ടികൾ എല്ലും തോലുമായി. അങ്ങയുടെ സതീർത്ഥ്യനായ ശ്രീകൃഷ്ണൻ വിചാരിച്ചാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകും. ദ്വാരകയിൽ പോയി അദ്ദേഹത്തെ കണ്ട് സഹായം തേടിയാലും. ഭാര്യയുടെ നിർബന്ധവും ഭഗവാനെ കാണാനുള്ള മോഹവും കൊണ്ട് കുചേലൻ ദ്വാരക യാത്രയ്ക്ക് സന്നദ്ധനായി. ശരി, ഞാൻ നാളെ തന്നെ പുറപ്പെടാം. പക്ഷേ ഭഗവാന് കാഴ്ചവെക്കാനായി എന്തെങ്കിലും വേണമല്ലോ, കുചേലൻ പറഞ്ഞു നിർത്തി. ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം ആ സാധി അടുത്തുള്ള ഇല്ലങ്ങളിലെല്ലാം നടന്ന് 4 പിടി നെല്ല് കൊണ്ടുവന്ന് ഉരുളിലിടിച്ച് അവലുണ്ടാക്കി കിഴികെട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പുലർച്ചയ്ക്കു തന്നെ എഴുന്നേറ്റ് കുചേലൻ യാത്ര ആരംഭിച്ചു. പല ദേശങ്ങൾ കടന്ന് ദ്വാരക രാജധാനിയിലെത്തി. അവിടെ അതിവിശിഷ്ടമായ കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ ശമിച്ചിരുന്ന ഭഗവാൻ സുഹൃത്തിന്റെ വരവറിഞ്ഞ് ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് വാരിപ്പുണർന്നു. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ വരവേറ്റ് പട്ടുമെത്തയിലിരുത്തി കാലുകൾ കഴുകിച്ചു. സുഗന്ധദ്രവ്യങ്ങളും കുറിക്കൂട്ടുകളും അണിയിച്ച് പൂജിച്ച് സൽക്കരിച്ചു. രുക്മിണീ ദേവി ചാമരം വീശി നിന്നു. അങ്ങനെ ബാല്യകാല കഥകൾ പലതും പറഞ്ഞ് ശ്രീകൃഷ്ണൻ സുഹൃത്തിനൊപ്പം കുറെ സമയം സന്തോഷം പങ്കിട്ടു. ഭഗവാന്റെ വാക്കുകൾ കുചേലൻ ആനന്ദ നിർവൃതിയോടെ കേട്ടിരുന്നു. കുചേലനോടൊപ്പം പല പല കഥകളും പറഞ്ഞ് രസിച്ചിരുന്ന ഭഗവാൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു, ഏയ് കുചേല, എനിക്കെന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തായാലും വേഗം തന്നാലും. ഇലയോ കായോ പൂവോ എന്തായാലും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ അവിൽപ്പൊതി ബലമായി കൈക്കലാക്കി. ഭഗവാന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ല തന്റെ ഉപഹാരമെന്ന് കരുതി മടിച്ചു നിന്ന കുചേലന്റെ കയ്യിലിരുന്ന അവിൽപ്പൊതി ആവേശത്തോടെ കൈക്കലാക്കി വാരിയെടുത്ത് വായിലാക്കി ശ്രീവല്ലഭൻ. രണ്ടാമതും ഒരു പിടി വാരിയെടുക്കവേ ലക്ഷ്മി ദേവിയായ ശ്രീ രുക്മിണി കയ്യിൽ കയറി പിടിച്ചു. ആദ്യത്തെ ഒരു പിടി അവിലിനാൽ തന്നെ കുചേലന്റെ സകല ആഗ്രഹങ്ങളും നിറവേറ്റാൻ ബാധ്യസ്ഥനായി മാറിയ ഭഗവാൻ ഒരു പിടി കൂടി ഭുജിച്ചാൽ എന്തുണ്ടാകുമെന്ന് നന്നായി അറിയാവുന്ന ദേവി തടസ്സം നിന്നതിൽ അത്ഭുതമില്ലല്ലോ. അന്ന് രാത്രി രാജകീയ സുഖസൗകര്യങ്ങളോടെ അവിടെ വസിച്ച ശേഷം പിറ്റേന്ന് കുചേലൻ ഇല്ലത്തേക്ക് മടങ്ങി. ഭഗവാന്റെ സൗഹൃദം മാത്രം മോഹിച്ച് മറ്റൊന്നും ആവശ്യപ്പെടാതെ യാത്രയായ കുചേലൻ ഭഗവാന്റെ ആതിഥ്യ മര്യാദയും സ്നേഹവും സൗഹൃദവും മനസ്സിലോർത്ത് നടന്നു. ഏറെ ദൂരം നടന്ന് സ്വഗൃഹത്തിനു സമീപം എത്തിച്ചേർന്ന
ബ്രാഹ്മണൻ ആശ്ചര്യചകിതനായി നോക്കി നിൽക്കവേ അനേകം തരുണീമണിമാർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഓടിയെത്തി. തന്റെ ജീർണഗ്രഹത്തിന്റെ സ്ഥാനത്ത് മനോഹരമായ ഒരു മണിമന്ദിരം, ചുറ്റും അനേകം രാജഗ്രഹങ്ങൾ, ഉദ്യാനങ്ങൾ എല്ലാം കണ്ട് മിഴിച്ചു നിന്ന അദ്ദേഹത്തിന്റെ സമീപത്തിലേക്ക് ലക്ഷ്മി സമാനമായ ഒരു സുന്ദരിയും ആഭരണ വിഭൂഷിതങ്ങളായ ദാസിമാരും വന്നു ചേർന്നു. അവിടുത്തെ സദീർഘ്യന്റെ അനുഗ്രഹത്താൽ നാം ഇന്ന് ധന്യരായി. വരൂ, ഇത് നമ്മുടെ മണിമേടയാണ്. കണ്ടില്ലേ, കുംഭഗോപുരങ്ങളും പൊൻതാഴികക്കുടങ്ങളും ദാസിവൃന്ദവും, ആനക്കൊമ്പിനാൽ നിർമ്മിച്ച സിംഹാസനങ്ങൾ, സുവർണ പീഠങ്ങൾ. ദ്വാരകാധീശൻ നമുക്കായി മറ്റൊരു ദ്വാരക തന്നെ നൽകിയിരിക്കുന്നത് കണ്ടോ? ധർമ്മപത്നിയുടെ വാക്കുകൾ ശ്രവിച്ച് ഭക്തവത്സലനായ ശ്രീഹരിയുടെ മഹിമയോർത്ത് ആശ്ചര്യവും സന്തോഷവും കവർന്ന് ആനന്ദാശ്രു വാർത്തു നിന്നു കുചേലൻ. ഭഗവാൻ തന്ന ഐശ്വര്യത്തിൽ മതിമറക്കാതെ ഭഗവാന് ദാസനായി ജീവിച്ച് ആ ഭഗവത്തോത്തമൻ ബ്രഹ്മപാദമണഞ്ഞു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ